അതിന് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാ നീ വലിപ്പം പോരാ ആ കുട്ടികളെ സൃഷ്ടിക്കാൻ. അതിന് നിന്റെ മുഖ്യമന്ത്രിയുടെയോ നിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെയോ കള്ളക്കഥകൾ കൊണ്ട് ആ കുട്ടികളെ സൃഷ്ടിക്കാനാവില്ല. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. എന്തേ സഖാബെ പുറത്തു വരാത്തത്? അതിന്റെ പേരിൽ ആളെ പീഡിപ്പിക്കുക, ആളുകളെ ഭീഷണിപ്പെടുത്തുക, പോലീസുകാർ എന്ന് പറയുന്നത് അവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചട്ടുകമായി ഉപയോഗിക്കുക. പോലീസുകാരിൽ മാന്യന്മാരുണ്ട്, ഞാൻ അവരെ ആക്ഷേപിക്കാനൊന്നുമില്ല. പക്ഷെ പോലീസുകാരൻ പണ്ട് ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് കണ്ണൂരിൽ പോയി. കണ്ണൂരിലെ പത്രസമ്മേളനത്തിൽ ആന്റണി പറഞ്ഞ ഒരു കാര്യമുണ്ട്, പോലീസുകാരെ അഭിമുഖീകരിച്ചുകൊണ്ട് ആന്റണി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇനി മുതൽ പോലീസിന്റെ പണിയെടുക്കണം. എന്താ അതിന്റെ അർത്ഥം? അതുവരെ CPM ഭരിച്ചിരുന്ന കാലമായിരുന്നു, അതുവരെ പോലീസ് എടുത്ത പണി വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ് അർത്ഥം. പോലീസിന്റെ പണിയെടുക്കണം. UDF ഭരിക്കുമ്പോ പോലീസുകാരന്റെ വേഷം എന്ന് പറഞ്ഞാൽ ത്രിവർണ്ണ പതാകയുടെ നിറത്തിലുള്ള 3 വർണ്ണത്തിലുള്ള യൂണിഫോം അല്ല. ലീഗ് ഭരിക്കുമ്പോ പച്ച യൂണിഫോം അല്ല, CPM ഭരിക്കുമ്പോ ചുവന്ന യൂണിഫോം അല്ല. പോലീസുകാരന്റെ യൂണിഫോമിന്റെ നിറം കാക്കിയാണ്. ആര് ഭരിച്ചാലും ആ പോലീസുകാരൻ പോലീസാണ്. അവര് നിയമം നടപ്പിലാക്കേണ്ടത്. അതല്ലാതെ ഭരിക്കണവന്റെ അകിട് കഴുകി കൊടുക്കുന്ന ഏർപ്പാടല്ല പോലീസുകാരൻ ചെയ്യേണ്ടത്. അവൻ നിയമം നടപ്പിലാക്കണം. ആ നിയമം നടപ്പിലാക്കാൻ അവന് കഴിയണം. മാന്യന്മാരുടെ പോലീസുള്ള ഒരു നാടായത്. ആ പോലീസിന്റെ ഒത്താശയോടുകൂടെ ഞങ്ങൾ അടിച്ചമർത്താൻ നോക്കുക. ആണത്തവും ധൈര്യവും ഉണ്ടെങ്കിൽ പോലീസിനെ മാറ്റി നിർത്ത്. നിയമഭാഷയിൽ ഞങ്ങൾ വിശ്വസിക്കണവരാ, അതുകൊണ്ടാണ് ഞങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതല്ല, നിങ്ങളങ്ങോട്ട് പോലീസിനെ വെച്ച് ഗുണ്ടായിസം കളിക്കാൻ ശ്രമിച്ചാൽ പോലീസിനെ മാറ്റി നിർത്തൂ. എന്നിട്ട് ഡിവൈഎഫ്ഐക്കാരൻ തെരുവിൽ വരട്ടെ. ഇവിടെ വേറെ ചില ആളുകൾ പറയുന്നുണ്ട് അധികാരം വരട്ടെ. അധികാരമൊക്കെ വരാൻ കുറച്ച് കഴിയും. ഞങ്ങൾക്ക് അധികാരത്തിന് കാത്തിരിക്കാൻ വയ്യ. വരമ്പത്ത് വെച്ച് പണി തരും. ഞങ്ങളോട് കളിച്ചാൽ 60 കൊല്ലക്കാലമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഈ 2008 ഞങ്ങൾ എത്തിയത് നാട്ടുകാർ പാലും തേനും തന്നിട്ട് നിന്നെ പോലുള്ളവർ വളർത്തിയിട്ടല്ല, ആക്രമിച്ചിട്ടുണ്ട്, ജയിലിലടച്ചിട്ടുണ്ട്, പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഞങ്ങളെ എതിർത്ത ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. കൺവെൻഷനില്ലാത്ത, പൊതുയോഗമില്ലാത്ത, മറുപടി പ്രസംഗങ്ങളില്ലാത്ത ഏതു കാലമാണ് മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്? കാരണവന്മാരോട് ചോദിക്ക്. എന്നാ അവരൊന്ന് വിശ്രമിച്ചത്? 60 കൊല്ലത്തിനിടയിൽ എപ്പോഴാ അവരൊന്ന് വിശ്രമിച്ചത്? ഇനി സമാധാനമായി, ലീഗിന്റെ ശത്രുക്കളൊക്കെ തീർന്നു, ഒന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട് എന്നാ അവർ ഉറങ്ങിയത്? 60 കൊല്ലവും ഈ ശത്രുക്കൾ ഇങ്ങനെ 1 കഴിയുമ്പോ 2 വരും, 2 കഴിയുമ്പോ 4 വരും, വന്നിട്ടേ ഉള്ളൂ. 60 കൊല്ലവും ലീഗ് അതിനെയൊക്കെ അപകടിച്ചിട്ട് നിന്റെയൊക്കെ വെല്ലുവിളികളെ എതിർത്തിട്ട് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ 2008 നിൽക്കുന്നത്. അതിനാരുടെ ഓഷാന നിങ്ങൾക്കുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ അടുത്ത് വന്നു അത്രേ കുറെ സാംസ്കാരിക നായന്മാർ. ആരാത്? മുകുന്ദൻ അല്ലേ? കേരളത്തിലെ മുകുന്ദൻ. ആരാ ഈ മുകുന്ദൻ അറിയോ? കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെരുപ്പ് നക്കിയ വെള്ളം കുടിക്കണ ഈ മുകുന്ദൻ ആരാണ് ഈ സാംസ്കാരിക നായകൻ? മുകുന്ദനെ കുറിച്ച് അറിയുമോ? ആരാ മഹേശ്വര ദേവി ആരാണ്? ബംഗാളിനകത്തിരുന്ന് അവിടുത്തെ CPMന്റെ നെറുകേടുകളെ എതിർക്കുകയും അവിടുത്തെ നന്ദിഗ്രാമിൽ പോയിട്ട് പാവപ്പെട്ടവരോട് ഐക്യപ്പെടുകയും ചെയ്ത മഹേശ്വര ദേവി. അവരെ കാണാൻ വേണ്ടിയിട്ട് നന്ദിഗ്രാമിൽ പോയപ്പോ കൽക്കത്തയിൽ ഞങ്ങൾ അവരുടെ അടുത്ത് പോയിരുന്നു. ആ സ്ത്രീയുടെ ഒരു ആഢ്യത്വവും അവരുടെ നിലപാടും അവരുടെ കാഴ്ചപ്പാടുകളും ഞങ്ങൾ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. എന്തൊരു മനോഹരമായിട്ടാണ് മഹേശ്വര. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കേരളം പോലെ വാതിലുകൾ മുഴുവൻ തുറന്നിട്ട് വെച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക അവബോധമുണ്ട് എന്ന് ധരിക്കുന്ന കേരളക്കരയിൽ പോലും അത്ര ദിഷണാശാലിയായിട്ടുള്ള ഒരു സാംസ്കാരിക നേതൃത്വം ഉണ്ടാവില്ല. ആ സ്ത്രീ കേരളക്കരയിൽ വന്നിട്ടോ ചെങ്ങറയിൽ പോയിട്ട് പറഞ്ഞു, എവിടെയാണ് ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ? സുകുമാർ അഴീക്കോടിനെ പോലെയൊക്കെയുള്ള കൂലി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂലിക്കാരെവിടെ? അവരെ ചോദിച്ചപ്പോ മുകുന്ദന് പൊള്ളി അല്ലേ? മുകുന്ദന് പൊള്ളി. പിറ്റേന്ന് മുകുന്ദന്റെ മറുപടി മഹേശ്വരാദേവിക്കെതിരായിരുന്നു. ആ ചെരുപ്പ് നക്കിയായിട്ടുള്ള മുകുന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പിൽ പക്ഷം പിടിക്കുകയും പിണറായി വിജയന്റെ ഗ്രൂപ്പിനോട് കൂടി നിന്നിട്ട് അന്ന് മാതൃഭൂമിയിൽ ലേഖനങ്ങൾ എഴുതിയിട്ട് ആ ഗ്രൂപ്പ് പടക്കിൽ പോലും പങ്കാളിയാവുന്ന മുകുന്ദനെ പോലെയുള്ള ചെരുപ്പ് നക്കികൾ സാംസ്കാരിക നായന്മാരെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ്? ഏതോ ഒരു സക്കാഫില്ല. എന്ത് സക്കാഫിയാണ് അദ്ദേഹത്തിന്റെ? മുള്ളൂക്കര. ഞാൻ പറയല് മുള്ളൂക്കര സഖാബാണ്, സഖാഫി എന്നല്ല കേളു. എന്ത് സഖാഫി? മുള്ളൂക്കര സഖാബ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടില്ല. ഇയാളത്രേ കേരളത്തിന്റെ സാംസ്കാരിക നായകന്മാർ. ഈ ജാതി സാംസ്കാരിക നായന്മാരെ ബഹുമാനിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ.